7000 രൂപ ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളത്തിൽ നിന്നും 700 രൂപ വീതം 5-6 കാരണം പറഞ്ഞ് കുറച്ചിട്ട് ഇതിനേക്കാൾ വലിയ ശമ്പളം ഈ ഭാരതത്തിൽ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ജനങ്ങളറിയാത്ത ഭരണാധികാരി എന്ത് കഷ്ടമാണ്. നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും, വ്യാജ പ്രചരണം നടത്തും, നിങ്ങൾക്കെതിരെ കള്ളക്കേസെടുക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. പക്ഷേ നിങ്ങൾ ഈ വെയിലത്ത് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരിക്കലും കണ്ണു തുറക്കാത്ത ഒരു രാജാവിനോട് കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ സമരത്തിന്റെ ഭാഗം അടിച്ചമർത്താൻ വേണ്ടി എന്തും പറയും. അതിലൊന്നും നിങ്ങൾ പതറേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾ ഈ സമരമൊക്കെ വിജയിച്ചു പോയി കഴിയുമ്പോൾ ഒരുപാട് കേസ് നിങ്ങളുടെ പേരിൽ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നുകൊണ്ട് ഒരു കേസോട് വരാൻ സാധ്യതയുണ്ട്. മറുനാടൻ ചാനൽ എന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ചാനലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെ, പ്രത്യേകിച്ചും ഓരങ്ങളിലേക്ക് തള്ളിയിരിക്കുന്ന അസംഘടിത വിഭാഗങ്ങളെ, സ്ത്രീകളാവട്ടെ മറ്റുള്ള വിഭാഗങ്ങളാവട്ടെ, അവരുടെ ശബ്ദം എടുത്തെടുത്ത് പറയുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരു ചാനലിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ എഡിറ്ററും അതിന്റെ എല്ലാം ആയിട്ടുള്ള ശ്രീ ഷാജൻ സ്കറിയയെ വളരെ സ്നേഹാദരങ്ങളോടെ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ആശാ സഹോദരിമാരെ, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പലരും ചോദിച്ച ചോദ്യം എന്താണ് ഇത്രയും വൈകിയെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് വൈകിയെന്ന്. കാരണം ഇപ്പം നിങ്ങൾ ഈ സമരമൊക്കെ വിജയിച്ചു പോയി കഴിയുമ്പോൾ ഒരുപാട് കേസ് നിങ്ങളുടെ പേരിൽ എടുക്കുന്നത്. ഇപ്പം ഞാൻ വന്നുകൊണ്ട് ഒരു കേസോട് വരാൻ സാധ്യതയുണ്ട്. ഈ കേസ് വരുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ എളുപ്പം. പക്ഷെ പിന്നീട് ഇതിന് പുറകെ നടക്കേണ്ടി. ഞാൻ ഇന്നലെ 2 കേസുണ്ടായിരുന്നു എനിക്കൊന്ന്. ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് എറണാകുളത്തായിരുന്നു. എറണാകുളത്തെ കേസ് രാവിലെ കഴിഞ്ഞിട്ട് നേരെ പത്തനംതിട്ടയിലും പോയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. നാളെ വീണ്ടും എറണാകുളത്ത് പോകണം. അതുകൊണ്ട് ഈ യാത്ര ഒരുപാടുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യമല്ല. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ മൂല്യം, നമ്മുടെ സത്യം, നമ്മുടെ ശരി, അതിൻ്റെ പേരിൽ കേസുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളുടെ നിലപാട് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാവൂ, വിജയം ഉണ്ടാവൂ. അപ്പൊ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ എത്തി നിൽക്കുന്നത് ലോകത്തെ ഏത് മനുഷ്യനും, ഈ രാജാവിനൊഴികെ ലോകത്തെ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. രാജാവിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഒരു വലിയ കൊട്ടാരത്തിന്റെ അകത്ത് മന്ത്രി പൊങ്കോന്മാരുടെ സഹായത്തോടു കൂടി രാജാവ് ഇങ്ങനെ നാട് ഭരിക്കുമ്പോൾ സ്വാഭാവികമായി രാജാവിന് ജനങ്ങളുടെ വിഷമം അറിയത്തില്ല. നിങ്ങൾക്ക് ചോറില്ലെങ്കിൽ നിങ്ങൾ റൊട്ടി കഴിക്കൂ എന്ന് പറയുന്ന രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ ചോദിക്കുന്നത് 7000 രൂപ ഒന്ന് കൂട്ടിത്തരണമെന്നാ. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് 7000 കിട്ടുന്നവരും കുറവാന്നല്ലേ. 7000 ഓരോ വകുപ്പ് പറഞ്ഞു കുറയ്ക്കുക. ഏതാ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് അവകാശങ്ങളിലൂടെ നമ്മൾ പല നേട്ടങ്ങളും കൊയ്തു എന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ 7000 രൂപ ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളത്തിൽ നിന്നും 700 രൂപ വീതം 5-6 കാരണം പറഞ്ഞ് കുറച്ചിട്ട് ഇതിനേക്കാൾ വലിയ ശമ്പളം ഈ ഭാരതത്തിൽ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ജനങ്ങളറിയാത്ത ഭരണാധികാരി എന്ത് കഷ്ടമാണ്. ഞാൻ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സമരം വിജയിക്കും. കാരണം സത്യം വിജയിക്കും എന്നതിന്റെ തെളിവാണ് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. ഇന്നും സത്യം പറയുന്നതിന്റെ പേരിൽ മാത്രം ഈ സർക്കാരിനാലും ഇതിനു മുമ്പുള്ള സർക്കാരുകളാലും, ഞാൻ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 17 വർഷമായി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് 17 വർഷം. അതിന് മുമ്പ് മെയിൻ സ്ട്രീം പത്രങ്ങളായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിൽ, ഇപ്പോഴും ഞാൻ 32 കൊല്ലമായിട്ട് അനിൽ ഇവിടെ ഞാൻ വരുമ്പോൾ ക്യാമറയായിട്ട് നിൽക്കുന്ന. അന്നുണ്ടായിരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പത്രസ്ഥാപനം നോക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. 17 കൊല്ലമായി ഞാൻ ഈ സ്വതന്ത്ര പത്രപ്രവർത്തനം തുടങ്ങി അന്നു മുതൽ കേസുണ്ട്. ഈ സർക്കാരിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 22 കേസായിരുന്നു. സൈബർ ആക്ട് അനുസരിച്ച് എനിക്ക് 22 കേസ്, അതെല്ലാം ഞാൻ ജയിച്ചു. അതുകൊണ്ട് സത്യം പറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഭയന്ന് വീട്ടിലിരുന്നാൽ എല്ലാ ഭരണാധികാരികളും അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. സാധാരണ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾ പോരാടുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാ. ഭരണഘടന ഉറപ്പ് നൽകുന്ന, ഐക്യരാഷ്ട്രസഭ ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം ജയിക്കും. ഞാൻ ഈ കാര്യത്തിൽ ഈ സംഘാടകരോട്, മെയിൻ സംഘാടകരോട് എനിക്ക് നന്ദി. ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട്, പലരും എന്നെ ബ്രാൻഡ് ചെയ്യാറുണ്ട്. എൻ്റെ രാഷ്ട്രീയം ചിലർ പറയും സംഖ്യയാണ്, പക്ഷെ സംഖ്യകൾ പറയും കൊങ്ങിയാന്ന്, അവർ പറയും, അങ്ങനെ പലരും പറയും. പക്ഷെ എൻ്റെ രാഷ്ട്രീയം എക്കാലത്തും ഒന്നാ. ഞാൻ പറയാറുണ്ട്, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലല്ലാതെ, ആരുടെയും ആശ്വാസം കിട്ടാതെ,
അസംഘടിതരായി കഴിയുന്ന സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയം എന്താണോ അതാണ് എൻ്റെ രാഷ്ട്രീയം. അതിന് മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇവർക്കൊക്കെ പ്ലാച്ചിമട സമരത്തോട് സഹകരിച്ചിട്ടുണ്ട്. 6 മാസം മേധാ പട്കറൊക്കെ നർമ്മദാ തീരത്ത് ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. എല്ലാ ജനകീയ പ്രശ്നങ്ങളോടും ചേർന്ന് നിൽക്കും. ആദിവാസികളെ, സ്ത്രീകളെ, ദളിതരെ, അസംഘടിതരായ തൊഴിലാളികളെ. പലർക്കും അറിയാം, ഇപ്പം പ്രകാശനൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ മറുനാടൻ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് UNA അല്ലെങ്കിൽ നേഴ്സുമാരുടെ സംഘടന. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ പാവപ്പെട്ട നേഴ്സുമാരുടെ മിനിമം സാലറിക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു തിരൂരുകാരനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്നും അയാൾ തന്നെയാണ്. എന്തെല്ലാം വ്യാജ കഥകളാണ് അയാൾക്കെതിരെ. അയാളെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ് ഞാൻ സുഡാപ്പിയാണെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം വളരെ കുറച്ച് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പേരാണ് ഈ സുഡാപ്പി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ UNA ജാസ്മിൻ ഷായും പൊക്കും. എന്തിനാണെന്ന് കേൾക്കാനൊരു സുഖം, കേൾക്കാനൊരു സുഖം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, എന്റെ രാഷ്ട്രീയം, ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത് സ്വതന്ത്രമായ എന്റെ ചിന്ത. അത് പലർക്കും വിയോജിപ്പുണ്ടാവും. എന്നോട് പ്രകാശ് എപ്പോഴും പറയാറുണ്ട്, ഷാദിന്റെ പത്രപ്രവർത്തനം, ഷാദിനെ എനിക്ക് ഇഷ്ടമാണ്, ഷാദിന്റെ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്ന ഇഷ്ടം. പക്ഷേ ഷാദിന്റെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല. അതെന്റെ രാഷ്ട്രീയമല്ല. അതെന്റെ തൊഴിലും എന്റെ വീക്ഷണവും. എന്റെ വീക്ഷണം ചിലപ്പോൾ തെറ്റായിരിക്കാം. തെറ്റാണെന്ന് ബോധ്യമായി ഞാൻ തിരിക്കും. പക്ഷേ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ആരും പിന്തുണയ്ക്കാത്ത ദുർബലരായ മനുഷ്യരുടെ രാഷ്ട്രീയമാണ്. ബാക്കി രാഷ്ട്രീയമൊക്കെ ഇല്ലാത്ത പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർക്കാണ് പ്രത്യയശാസ്ത്രമുള്ളത്? ഏതെങ്കിലും സംഘടനയ്ക്ക് പ്രത്യയശാസ്ത്രമുണ്ടോ? ഇല്ല. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിക്കാർ, CPM-കാർ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യയശാസ്ത്രമല്ല പ്രശ്നം, ജനങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം, സാധാരണ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമരം സാധാരണ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം കാണും. ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ള പല സമരങ്ങളിൽ ഇതുപോലെ തന്നെ. ഒന്ന് PSC റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ സമരമാണ്, മറ്റൊന്ന് കേരയിൽ സമരത്തിനാണ്. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള സമരമാണ്. നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും, വ്യാജ പ്രചരണം നടത്തും, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. പക്ഷേ നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് അനുഭവിച്ചാൽ മാത്രമേ ഈ സമൂഹം നിലനിൽക്കൂ, നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് ബോധ്യമാകുമ്പോൾ പ്രശ്നം തീരും. നമ്മളൊക്കെ ഒരുപാട് കേസുകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഒരുപാട് കേസുകൾ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ പലരും വാഗ്ദാനം ചെയ്യും, വലിയ സമ്മർദ്ദങ്ങൾ നേരിടും. പക്ഷേ അത് മേടിച്ച് വീട്ടിൽ പോയി ഭാര്യയും പിള്ളേരെ നോക്കിയിരുന്ന ഒരു സുഖമില്ല, ഒരു കാര്യമില്ല. ഏതു നിമിഷവും തട്ടിപ്പോകാവുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. ഏതു നിമിഷവും തട്ടിപ്പോവും. ആർക്കും ഉറപ്പില്ലാത്ത ഒന്നാണ് ആയുസ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ മനുഷ്യനും ഒരു ധർമ്മമുണ്ട്, ഒരു ചുമതലയുണ്ട്. ഒരു ആശാരിയാണെങ്കിലും മേസ്ത്രിയാണെങ്കിലും നഗരസഭയിൽ ജോലി എടുക്കുന്നവനാണെങ്കിലും അവന്റെ പണി വൃത്തിയായി ചെയ്യുക എന്നാണ് അവന്റെ പ്രഥമമായ ധർമ്മം. എന്റെ തൊഴിൽ പത്രപ്രവർത്തന, അത് വൃത്തിയായി ചെയ്യുക, മുഖം നോക്കാതെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങളെ കാണാതിരിക്കാൻ ഇനി കഴിയില്ല. നിങ്ങൾ ഈ വെയിലത്ത് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരിക്കലും കണ്ണു തുറക്കാത്ത ഒരു രാജാവിനോട് കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ നിങ്ങളുടെ പ്രതീക്ഷയുള്ള ആ മുഖമുണ്ടല്ലോ, ആ മുഖത്തെ സംരക്ഷിക്കണം, സഹായിക്കണം. ചെയ്യുന്നത് അതാണ്. ഞാൻ വന്നില്ലെന്നേ ഉള്ളൂ. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളെ സഹകരിക്കുക. എന്റെ റിപ്പോർട്ടർമാർ എക്കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അസംഘടിതരായ ഒരുപാട് മനുഷ്യരുണ്ട്. അവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളല്ല. അവർ സമരം ചെയ്യുമ്പോൾ, അവർ അവകാശം ഉന്നയിക്കുമ്പോൾ സംഘടിതരായവർ പറയും നിങ്ങൾ കുഴപ്പക്കാരാണ്. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ CPM നേതാക്കളുടെ പ്രസംഗം കേൾക്കുക. അവരൊക്കെ പറയുന്നത് ഇവിടെ ആളില്ലെന്ന് പറയുന്നു, ചിലര് ഉള്ളവരൊക്കെ കൂലിക്ക് വന്നവരാന്ന് പറയുന്നു. ആശാവർക്കർമാർ, ഇന്നലെ ഒരു വനിതാ നേതാവിന്റെ പ്രസംഗം കേട്ടു. ആശാവർക്കർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിതെടുക്കുമെന്ന്. വെറുതെയാ, പേടിപ്പീരാ. വിഴിഞ്ഞത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ എല്ലാവരെയും രാജ്യദ്രോഹികളാക്കി. നിങ്ങൾ കാണുന്നില്ലായിരുന്നോ? എന്നിട്ട് ആരെങ്കിലും എല്ലാ രാജ്യദ്രോഹികളെല്ലാം ഇപ്പൊ ജയിലിലാണോ? സമരത്തിന്റെ ഭാഗം അടിച്ചമർത്താൻ വേണ്ടി എന്തും പറയും. അതിലൊന്നും നിങ്ങൾ പതറേണ്ടതില്ല. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളുടെ ജീവന്റെ പ്രശ്നം മാത്രമല്ല, ഈ നാട്ടിലെ അസംഘടിതരായ മനുഷ്യരുടെ മുഴുവൻ അവകാശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സമരം പുതിയ പുതിയ ആളുകളിലേക്ക് എത്തും, പുതിയ അസംഘടിത മനുഷ്യരിലേക്ക് എത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ UNA-യുടെ ഇപ്പോഴത്തെ വിവാദം, പാലായിൽ ഒരു ആശുപത്രിയിലെ സമരം നടത്തിയെന്ന് പറഞ്ഞ് ഇപ്പൊ വിവാദമുണ്ട്. സമരം നടത്തിയ നോട്ടീസ് കൊടുത്തുള്ളൂ. അപ്പൊ ഒരു വിഭാഗം ആളുകൾ ആ സമരത്തിനെതിരെ വ്യാജ പ്രചരണ രംഗത്തെത്തി, ഒരുപാട് കഥകളെത്തി. ഞാൻ ഇന്ന് ജാസ്മിൻ ഷായോട് വിളിച്ചപ്പോൾ ജാസ്മിൻ ഷാ എന്നോട് പറഞ്ഞത്, പാലായിൽ ഒരു ആശുപത്രി നോട്ടീസ് കൊടുത്തു,
ഇവരത് ഓളമാക്കി. അതുകൊണ്ട് ഇപ്പോൾ പാലായിലെ എല്ലാ ആശുപത്രിയിലും UN തുടങ്ങാൻ പോകാന്ന് പറഞ്ഞു. 1200 പേര് അംഗത്വം എടുത്തു. ഏതാണ്ട് 10-30 പുതിയ യൂണിറ്റുകൾ തുടങ്ങി. അതാണ് സമരത്തിന്റെ പ്രത്യേകത. വ്യാജ പ്രചരണം നടത്തുന്നവർക്കറിയാം അവർ പറയുന്നത് വ്യാജമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ പതറരുത്, നിങ്ങൾ തുടരുക. നിങ്ങളുടെ സമരം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കും. ഈ നാടിന്റെ വിഷയമായി മാറും. 27,000 ആശാവർക്കർമാരുടെ മാത്രം വിഷയമല്ല, ഈ നാട്ടിൽ അസംഘടിതരായ മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ്. നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രം. നിങ്ങൾ വിജയിക്കും. വിജയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്കൊപ്പം നന്മയുള്ള സകല മനുഷ്യരും ഉണ്ടാവും. ഒടുവിൽ കണ്ണു തുറക്കാത്ത രാജാവിനും പരമ്പരയ്ക്കും കണ്ണു തുറക്കേണ്ടി വരും. വിജയിച്ചേ മടങ്ങൂ. അതുവരെ തുടരുക. നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജയ് ഹിന്ദ്.